ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസിന്റെ പരിക്ക് ഭേദമാകാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റൻസി മാറ്റത്തോടെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യ അംഗത്തിനിറങ്ങുന്നത്. നടുവിനേറ്റ പരിക്ക് കാരണം ആദ്യത്തെ 5-6 മത്സരങ്ങൾ കമ്മിൻസിന് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനെ ഹൈദരാബാദ് താൽക്കാലിക നായകനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവതാരം അഭിഷേക് ശർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ടോപ്പ് ഓർഡറിലെ വെടിക്കെട്ട് തന്നെയാണ് ഹൈദരാബാദിന്റെ പ്രധാന ആയുധം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നിവർക്കൊപ്പം ഇഷാൻ കിഷനും കൂടി എത്തുന്നതോടെ ആക്രമണം കടുക്കും. മധ്യനിരയിൽ ഹെൻറിച്ച് ക്ലാസൻ, ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ കൂടി ചേരുന്നതോടെ പവർ ഹിറ്റർമാരുടെ നിരയും ശക്തം. നായകൻ പാറ്റ് കമ്മിൻസിന്റെ അഭാവം ബോളിംഗ് നിരയെ കാര്യമായി ബാധിക്കും. ഒപ്പം മുഹമ്മദ് ഷമിയെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് പേസറുടെ കുറവും ടീമിനുണ്ട്. ഹർഷൽ പട്ടേലും ജയദേവ് ഉനദ്കട്ടും ഡെത്ത് ഓവറുകളിൽ എത്രത്തോളം റൺസ് നിയന്ത്രിക്കുമെന്നത് നിർണായകമാണ്. സ്ലോ പിച്ചുകളിൽ ഫലപ്രദമാകുന്ന മികച്ചൊരു സ്പിന്നറുടെ അഭാവവും ടീമിനുണ്ട്. ഇഷാൻ കിഷനെ തന്റെ നായക പാടവം തെളിയിക്കാനുള്ള സുവർണ അവസരമാണിത്. പവർ പ്ലേ ഓവറുകൾ മുതലാക്കാൻ ടീമിന് സാധിക്കുമെങ്കിലും വിക്കറ്റുകൾ തുടർച്ചയായി വീണാൽ മധ്യനിര സമ്മർദ്ദത്തിലാകുമെന്നത് ടീം കമ്മിൻസിന്റെ അഭാവത്തിൽ ഇഷാൻ കിഷൻ എങ്ങനെ ടീമിനെ നയിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഏപ്രിൽ മധ്യത്തോടെ കമ്മിൻസ് തിരിച്ചെത്തുന്നതുവരെ പോയിന്റ് ടേബിളിൽ ആധിപത്യം പുലർത്താൻ ഹൈദരാബാദിന് സാധിക്കുമോ? ഓറഞ്ച് ആർമിയുടെ പുതിയ പോരാട്ട വീര്യം കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ.